നമസ്കാരം. പിറവം നഗരസഭ ഇലക്ഷൻ വളരെ വ്യക്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും നല്ല സ്ഥാനാർത്ഥികളെയെല്ലാം നിർത്തിക്കൊണ്ട് മൂന്ന് മുന്നണികളും ഒപ്പം തന്നെ റിബൽ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് വളരെ കഴിഞ്ഞ കാലഘട്ടത്തെക്കാളും വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ഇപ്പോൾ. നിലവിൽ ആര് ജയിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് ഓശാന ടി വി എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓശാന ടി വി ആണെങ്കിലും മറ്റേ ആര് ചോദിച്ചാലും ജയിക്കുന്നതാരാ തോക്കുന്നതാരാ എന്നുള്ളതെല്ലാം ഓരോ വാർഡുകളിലുള്ള ജനങ്ങളുടെ വോട്ടുകൾ കിട്ടുന്ന അനുസരിച്ചായിരിക്കും. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു, നിസ്സാരമായിട്ടുള്ള വോട്ടുകൾ കൊണ്ടായിരിക്കും ഓരോരുത്തരും ജയിക്കുകയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം നമ്മോടൊപ്പം ഈ ഒരു ചാനൽ ചർച്ചയിൽ UDF-ന്റെ നേതാവ് ശ്രീ ജെയിംസ് കുറ്റിക്കോട്ടയിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹം നേരത്തെ ഒരു തവണ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ്. അദ്ദേഹം UDF-ന്റെ നേതാവ്, ഒപ്പം തന്നെ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റാണ്. കൂടാതെ അദ്ദേഹം കേരള പ്രദേശ് ഗാന്ധി ദർശൻ സമിതിയുടെ വേദിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ജെയിംസ് ചേട്ടാ, വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വീണ്ടും എത്തിയതിൽ. തീർച്ചയായിട്ടും നന്ദി. എന്നെ വിളിച്ചതിനും ആൽവിനോടും പ്രത്യേകം നന്ദിയുണ്ട്. ഓക്കെ ജെയിംസ് ചേട്ടാ, നമുക്ക് നിലവിലിപ്പോ ചാനൽ ചർച്ചകളുടെ ഒരു പെരുമഴക്കാലമാണ്. എല്ലാവരും ചർച്ചകളിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ UDF-ന്റെ ഭാഗത്ത് താങ്കളുടെ നേതൃത്വ നിരയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളും വിജയവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് അറിയേണ്ടത്. നിലവിലിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് UDF? ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ഓശാന ടി വിക്ക് ഈ ഇലക്ഷൻ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ സ്ഥിരം വളരെ ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്ന ആൽബിനും ഓശാന ടി വിക്കും എൻ്റെ പ്രത്യേക കൃതജ്ഞത നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം UDF അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ മുന്നിലാണ്. ഒരു 3 വള്ളപ്പാടെങ്കിലും അകലത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഈ തവണ പതിവിന് വിപരീതമായിട്ട് സ്ഥാനാർത്ഥികളെ ഇലക്ഷൻ നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ഒരാൾക്കും ഒരു കുറ്റം പറയാനുള്ള സ്ഥാനാർത്ഥികളല്ല, എല്ലാവരും നല്ല അടുക്കും ചിട്ടയും ഉള്ള നല്ല വ്യക്തിത്വമുള്ള സ്ഥാനാർത്ഥികളെയാണ് UDF നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം ഇപ്പോൾ 9-ാം തീയതി വരെ പോകണ്ട, ഇനി 7-ാം തീയതി ഇലക്ഷൻ നടത്തിയാൽ പോലും UDF അതിന് തക്ക രീതിയിൽ റെഡിയാണ്. അപ്പൊ നിലവിലിപ്പോ UDF-ന്റെ ഒരു നേതാവായതുകൊണ്ട് ഈ ഒരു 28 ഡിവിഷനാണ് നിലവിലിപ്പോ ഉള്ളത്. അപ്പൊ ഇത് ആര് നേടും എന്നുള്ള ചോദ്യത്തിൽ തന്നെ താങ്കൾ ഇപ്പൊ 7-ാം തീയതി ആണെങ്കിലും ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നു. ഏകദേശം ഒരു സാധാരണ ആൾക്കാരോട് ചോദിക്കേണ്ട ഓരോ ഡിവിഷനിൽ എത്ര പേര് എങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലൊരു താങ്കളുടെ ഒരു നേതൃത്വ നിരയുടെയും താങ്കളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ എത്രത്തോളം വിജയ ശതമാനം, എത്രത്തോളം വാർഡുകൾ വിജയിച്ചു വരുമെന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും 28 വാർഡ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഇലക്ഷൻ അല്ലേ, 28 വാർഡ് ജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും കുറച്ച് പേരെ ആരെങ്കിലും ഒക്കെ ജയിക്കും. ഒരു 22 വാർഡ് UDF-ന് കിട്ടാൻ പറ്റിയ അനുകൂലമായ ഘടകമാണ്. 22 വാർഡ് എന്തായാലും UDF-ന് കിട്ടും. ഇപ്പോൾ ഞാനൊരു ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇടതു മുന്നണിയും അതുപോലെ തന്നെ UDF-ഉം NDA-യും എല്ലാം പുതുമുഖങ്ങളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടായിരുന്നതിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ കൗൺസിലർമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറച്ചുപേരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതുമുഖങ്ങളെയാണ് നിങ്ങളും എല്ലാവരും എത്തിക്കുന്നത്. അതെങ്ങനെയാ, അതിനെ കുറിച്ചുള്ള ഒരു എന്താണ് ഒരു ഐഡിയ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കുറേ ആൾക്കാർ സ്ഥിരമായി മത്സരിക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ അത്യാവശ്യം സ്ഥാനമാനങ്ങളും അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഈ തവണ അങ്ങനെയല്ല. UDF-ന്റെ ഒരു നിലപാട് എല്ലാവർക്കും അവസരം കൊടുക്കണം എന്നുള്ളതും, പ്രത്യേകിച്ച് കാലാകാലങ്ങളായി അനുഭാവികളായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും അവസരം കൊടുക്കണം എന്ന് തന്നെയാണ്. UDF ഈ തവണ ഇലക്ഷൻ നിശ്ചയിക്കുമ്പോൾ പൂർണ്ണമായി എല്ലാവരും തന്നെ ആ വാർഡിലുള്ളവരാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, എല്ലാവരും അതാത് വാർഡിൽ ഉള്ളവരെയാണ് UDF കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ 2 കൗൺസിലറും 2 മുനിസിപ്പൽ ചെയർമാൻമാർ മാത്രമുള്ള വാർഡാണ് 7-ാം വാർഡ്. അവിടെയാണ് ജൂലി സാബുവിൻ്റെ വാർഡ്, അതുപോലെ തന്നെ നമ്മളുടെ മുൻ ഏലിയാമ്മ ഫിലിപ്പിൻ്റെ വാർഡ്. പക്ഷെ അവിടെ മത്സരിക്കുവാൻ കിഴക്ക് ആയുർവേദ ആശുപത്രിയുടെ പടിക്കലുള്ള മാഗി ടീച്ചർ വരേണ്ടി വന്നു. രണ്ടാമത് 6-ാം വാർഡിലെ സ്ഥിതി ഒന്ന് ആലോചിക്കുക. 6-ാം വാർഡിൽ മത്സരിക്കുവാൻ അവർക്കൊരു സാജു ചേനാടൻ, അദ്ദേഹത്തിൻ്റെ അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിശ്ചയിക്കേണ്ടത്. പക്ഷെ ആ സ്ഥാനാർത്ഥി അവർ മുഴുവൻ അവിടെ പരതി നോക്കിയിട്ട് കിട്ടിയില്ല. അവസാനം 13-ാം വാർഡിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്നത്. സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായിട്ട് ഇടതുമുന്നണിക്ക് വളരെ ബുദ്ധിമുട്ടിന് വന്നു. തീർച്ചയായിട്ടും ഇടതുമുന്നണിയിൽ നമ്മുടെ ചെയർമാൻ തന്നെ, വൈസ് ചെയർമാൻ തന്നെ എത്രയോ വാർഡിൽ നിൽക്കും. ഈ വാർഡായിരിക്കും ആ വാർഡായിരിക്കും നമ്മൾ അഭ്യൂഹങ്ങൾ കേട്ടതാണ്.
എത്രയോ മാറ്റങ്ങൾ. ഇപ്പൊ എൻ്റെ വാർഡിൽ തന്നെ 13ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി 11ാം വാർഡിൽ വന്നതാണ്. അങ്ങനെ എല്ലാ വാർഡിലെ മത്സരാർത്ഥികളാണ് നിൽക്കുന്നത്. ഇപ്പൊ 17ാം വാർഡിൽ അജേഷ് വാർഡിന്റെ വാർഡല്ല. അപ്പൊ പുറത്തുനിന്ന് വരുന്ന സ്ഥാനാർത്ഥികളെ ഇറക്കുമതി ചെയ്യുന്നതാണ് LDF-ലെ മിക്കവാറും സ്ഥാനാർത്ഥി പട്ടിക നോക്കി അറിയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ താങ്കൾ അങ്ങനെ പറയുമ്പോഴാണെങ്കിൽ പോലും UDF-ന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സ്ഥാനാർത്ഥികൾ വന്ന് മത്സരിക്കുന്ന വാർഡുകളില്ലേ? ഒരു സെയിം ഡിവിഷൻ തന്നെയാണോ എല്ലാവരും? മിക്കവാറും എല്ലാവരും തന്നെ സെയിം അതെ അതെ ഒറ്റ ഡിവിഷൻ തന്നെയാണ്. അപ്പൊ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം എല്ലാ ഡിവിഷനും ചെല്ലുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ തവണത്തെക്കാളും വ്യത്യസ്തമായ രീതിയിലും ഡിവിഷനുകൾ കുറച്ച് തെരുവുകളൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് റോഡിന്റെ ഭാഗവും അങ്ങനെയൊക്കെ പറ്റിയതുകൊണ്ട് കറക്റ്റായിട്ട് അറിയണം. അപ്പൊ ഒരു ജംഗ്ഷനിൽ ഒരു ജംഗ്ഷൻ ആകുമ്പോൾ അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ 3 വാർഡ് നിൽക്കാം. പക്ഷെ വേറൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ സ്ഥാനാർത്ഥികളെ കിട്ടാനുള്ള ഒരു അപര്യാപ്ത ഇവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതെ അതെ അതെ, നല്ല ബുദ്ധിമുട്ട് LDF ഈ തവണ. അങ്ങനെ ഒരു അനുഭവം UDF-ന് വന്നില്ല? ഇല്ല. UDF ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നെ പ്രശ്നങ്ങളും പാകപ്പിഴകളൊന്നും ഉണ്ടായില്ല. പക്ഷെ പാകപ്പിഴകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ചെറിയ രീതിയിലൊക്കെ. അല്ല, അത് ഏത് പാർട്ടിയിലായ ഏത് മുന്നണി സംവിധാനമായാലും നമ്മൾ UDF-ലല്ല, ഈ കോൺഗ്രസിലല്ലല്ലോ. UDF മുന്നണിയിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് UDF. അതില് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്, ഇതിലെ കൊണ്ട് ജേക്കബ് വിഭാഗം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളപ്പോൾ അവരിൽ ആയിട്ടുള്ള ചെറിയ ഒരു കാരണക്കുറവ് അവിടെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഒറ്റ വാർഡിലേ ഉള്ളൂ, 7ാം വാർഡുമായി ബന്ധപ്പെട്ട്. അത് ഇവിടെ വന്നവരൊക്കെ ഇതിനു മുമ്പ് ഈ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു ഡിവിഷൻ കൂടെ ഉണ്ട്, നിങ്ങളുടെ ഒരു നേതാവ് മുളക്കളത്തും ഉണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ അടുത്തൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോ നമ്മുടെ അനിത സജി നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയോട് വേറെ ഏത് വാർഡ് വേണമെങ്കിലും മത്സരിക്കാനായി മാറ്റിവെച്ചിരുന്നു. 19ാം വാർഡ് അന്നമ്മ ഡോമിക്ക് ഘടകകക്ഷി എന്നുള്ള രീതിയിൽ അവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തു കഴിഞ്ഞു. പിന്നീട് ഞാൻ തന്നെ അനിതാ സജിയോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച 11ാം വാർഡിലേക്ക് അനിതാ സജി വരൂ, ജയിപ്പിക്കുന്ന കാര്യം നമ്മൾ ഏറ്റു. ഇന്നും പറഞ്ഞതാണ്. ആദ്യത്തെ ദിവസം അനിതാ സജി നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് 19 അല്ലാതെ 19ാം വാർഡല്ലാതെ വേറെ ഒരു വാർഡ് ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞു. ഒരു ജില്ലാ സെക്രട്ടറി അങ്ങനെ പറയേണ്ട ആളല്ല. ജില്ലാ സെക്രട്ടറി എന്നൊരു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ മണ്ഡലം മുഴുവൻ അല്ല, നിയോജകമണ്ഡലം മുഴുവൻ അറിയേണ്ട ആളല്ലേ, ആളല്ലേ. അപ്പൊ അവർ അങ്ങനത്തെ സ്ഥാനത്തിരിക്കുന്നവർ അങ്ങനെ ഒരു വാശി പിടിക്കുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ പറയുന്ന സ്ഥാനമോഹം വന്നു കഴിഞ്ഞാല് പാർട്ടിയിൽ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളുമായിട്ട് അവർ പുറത്തേക്ക് പോകുമല്ലേ ഇപ്പൊ ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയാണല്ലോ നിങ്ങൾ? തീർച്ചയായിട്ടും. അല്ല, ഈ ഒരു ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ UDF-ന് ഈ 3 ഡിവിഷനുകളിലല്ലേ നിലവിൽ ഇപ്പോ താങ്കളുടെ പാർട്ടിയിൽ 2 പേര് മാറി നിൽക്കുന്നതും ഒന്ന് ജോസഫ് ഗ്രൂപ്പിലും മാറി നിൽക്കുന്ന വെച്ച് 3 പേരാണല്ലോ നിലവിൽ ഇപ്പോ ഒരു റിബലായിട്ട് നിൽക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ? ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അന്നമ്മ ഡോമി വൻ ഭൂരിപക്ഷത്തോടെ അവിടെ നിന്ന് ജയിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ലാലുമത്തായിയുടെ നിൽക്കുന്ന വാർഡിലും ഞങ്ങൾക്കൊരു വിഷയം അവിടെ ഇല്ല. തീർച്ചയായിട്ടും ഈ തോണത്തെ നല്ല അച്ചടക്കമാണ് പാർട്ടി നേതൃത്വമുള്ള എടുത്താക്കണത്. അവരെ അപ്പം തന്നെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഈ പാർട്ടി കോൺഗ്രസ് മാറി. ജെയിംസ് ചേട്ടനോട് ഞാൻ ചോദിക്കണത്, അപ്പൊ നേരത്തെ ഒക്കെ ഒരു കഴിഞ്ഞ വർഷ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ ആട്ടെ എന്ന് വെച്ച് നീട്ടുന്ന പരിപാടി. ഇപ്പൊ അങ്ങനത്തെ പരിപാടി ഇല്ല. അപ്പൊ തീരുമാനം, അപ്പൊ സ്പോട്ടില് സസ്പെൻഷനാ അങ്ങനെ കൊടുക്കുക. അപ്പൊ അതൊരു നേതൃത്വ നിരയുടെ ഒരു വലിയ ഗുണമായിട്ട് തന്നെ കാണാം. തീർച്ചയായിട്ടും 2025 വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് കോൺഗ്രസ് ആദ്യം തന്നെ ശില്പശാല നടത്തി. ആ ശില്പശാലയിൽ വ്യക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇനി പാര പണിയുന്ന ഒരാളും കൂടെ കൊണ്ടുപോയി നമ്മളെ കബളിപ്പിക്കുന്ന ഒരാളെ വെച്ച് ഉറപ്പിക്കില്ല എന്ന് വയനാട്ടിൽ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ മണ്ഡലങ്ങളിലും ശില്പശാലകൾ നടക്കുന്നുണ്ടായി. ആ ശില്പശാലയിൽ എങ്ങനെ കോൺഗ്രസ് പോകണം എന്നുള്ള ചിന്ത അതിൽ വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഇതെല്ലാം എഴുതി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സുകളിലൂടെ. അല്ലെങ്കിൽ ഇപ്പൊ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഒരുപാട് ജെയിംസ് ചേട്ടൻ തന്നെ എല്ലാരും കേട്ട് പഴകിയ ഒരു കാര്യം, പിന്നെ എന്താ പറയുക, പഴകിയ ഇത് പുതിയ വീഞ്ഞോ എന്നാലും ചോദിക്കാണ്ടിരിക്കാൻ വയ്യ. അപ്പൊ നിലവില് താങ്കളുടെ പാർട്ടി നേതൃത്വത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളും ഈ വർഷത്തെ 5 വർഷത്തെ, ചുരുങ്ങിയ വാക്കുകളിലെ എനിക്ക് ആവശ്യമുള്ള ആൻസർ, 5 വർഷത്തെ വികസന നേട്ടങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് LDF-ന്റെ ഇത്തവണത്തെ ഒരു ആയുധം വാർഡുകളിലേക്ക് അവരുടെ സ്ഥാനാർത്ഥികൾ പോകുമ്പോൾ. അപ്പൊ അതിന് തക്കതായിട്ടുള്ള അവസാന നിമിഷങ്ങളിൽ താങ്കളുടെ പാർട്ടി നേതൃത്വത്തിലുണ്ടായിരുന്ന ചെയർമാൻ സാബുക്ക് ജേക്കബ് തന്നെ പറയാം, അദ്ദേഹവും ഇപ്പോഴത്തെ നിയോജക മണ്ഡലത്തിലെ MLA-യും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് നിരവധി ചർച്ചകളും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു
കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ളതിൽ താങ്കൾക്ക് അത് വിഷമമുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ വലിച്ചിരിക്കുന്ന വിഷയമെല്ലാം അനാവശ്യമായ വിവാദങ്ങളാണ്. ഇതുവരെ കഴിഞ്ഞ 10 വർഷക്കാലവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകൾ ഉണ്ടായിട്ടില്ല, ഒരു വിഷയമുണ്ടായ മീറ്റിങ്ങുകളില്ല. സ്വാഭാവികമായിട്ട് പിറവത്തിന്റെ നിയോജകമണ്ഡലം പിറവം MLA ശ്രീ അനൂപ് ജേക്കബ് MLA വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ എല്ലാ മീറ്റിങ്ങുകളിലും ഉദ്ഘാടകൻ പുള്ളിയായിരുന്നു. പഞ്ചായത്ത് നഗരസഭ ചെയർമാനോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സാബുക്ക് ജേക്കബ് അധ്യക്ഷനുമായി നടന്നിട്ടുള്ള നിരവധി പരിപാടികൾ അവിടെ നടന്നിട്ടുള്ളത്. അവിടെ ഒന്നും ഒരു വിഷയം പറഞ്ഞില്ല. ആ കാലത്തൊന്നും ഫണ്ട് കൊണ്ടുവരാത്തതിനെയോ കിട്ടാത്തതിനെ കുറിച്ചോ പറഞ്ഞിരുന്നില്ല. പിന്നീട് വന്നത് എല്ലാം ചില പ്രശ്നം അവർ തമ്മിലോ അല്ലെങ്കിൽ ആശയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും UDF ഇതുവരെ ഈ നാൾ വരെ ബാധിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്ന ഒരു 10 വർഷ കാലഘട്ടം കഴിഞ്ഞിട്ട് വീണ്ടും ഈ പഴയ കാര്യത്തിനെ എടുത്തുകൊണ്ട് വരുന്നതിന്റെ ഒരു ഐഡിയ, അതിനെ കുറിച്ചുള്ള എന്താണ് സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തനം അല്ലാത്ത രീതിയിൽ ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത്? സത്യത്തിൽ ഇപ്പൊ ഇത് ഒരു അനാവശ്യമായിരുന്നു ഈ വിവാദങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ചെയർമാനും നല്ല ഒരു മൈലേജ് ഉള്ള മനുഷ്യനാണ്, അതുപോലെ തന്നെയാണ് നമ്മുടെ MLAക്കും. ഇവർ രണ്ടുപേരും ഈ ഇത്തരം കാര്യങ്ങളിൽ ആരുടെയെങ്കിലും കുത്സിത ശ്രമത്തിന്റെ ഭാഗമായി ഇടപെടരുത് എന്നുള്ള അഭിപ്രായമായിട്ടുള്ളത്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കോ ഇവിടുത്തെ UDF ജനാധിപത്യ വിശ്വാസികൾക്കോ ഇതൊന്നും താങ്ങാവുന്നതിനപ്പുറമാണ്. നിലവിലപ്പോ ഇപ്പൊ ഈ വന്നിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? അങ്ങനെയായിട്ട് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് തന്നെ ഇതിനെ മാറ്റി വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് കടന്നു പോവുകയാണ്. അടുത്തത് ഇപ്പൊ നിലവില് 5 വർഷക്കാലം UDF എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ആൾക്കാരായിരുന്നു കൂടുതലുണ്ടായിരുന്ന. UDF അംഗങ്ങളായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിരുന്നപ്പോൾ വികസനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് വിനിയോഗത്തിൽ വളരെ വലിയ രീതിയിലുള്ള ആനയാടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായി എന്നാണ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറവും രാജു പാണാലിക്കനും ഉൾപ്പെടെയുള്ള ആൾക്കാരും നഗരസഭയിൽ ഇരുന്ന് വാക്കൗട്ടും കാര്യങ്ങളെല്ലാം നടത്തിയത്. അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ LDF ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളും പറയുന്നുണ്ട്. അതിനെ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിൽ വിശദമായിട്ട് എന്തെങ്കിലും താങ്കൾക്ക് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ ഇന്നത്തെ ഫേസ്ബുക്ക് മാത്രം നോക്കിയാൽ മതി. KP സലീം 5 വർഷം കൊണ്ട് 1,57,00,000 രൂപ പുള്ളിയുടെ വാർഡിൽ നടത്തിയതായിട്ട് പറയുന്നു. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു വാർഡിൽ ഇത്തരം പ്രവർത്തനം നടത്താൻ പറ്റുമോ? ഇത് എവിടുന്ന പുള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടാണോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ അതിൽ വ്യക്തതല്ലേ? അപ്പോൾ ഭരണത്തിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഒന്നും കൊടുത്തില്ല, ഭരണപക്ഷം കൂടുതൽ ഫണ്ടുകൾ കൈയടക്കി വെച്ചു എന്നല്ലേ ഇതിനർത്ഥം? അല്ല, അപ്പൊ അതിനകത്തൊരു ഇപ്പൊ ജെയിംസ് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിൽ ആ പാർട്ടി ഭരിക്കുന്ന ഏരിയയിലേക്ക് ആയിരിക്കുമല്ലോ കൂടുതൽ ഫണ്ട് കൊണ്ടാൻ പറ്റും. അപ്പൊ UDF ഭരിച്ചാൽ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, UDF ഭരണം നമുക്ക് ഇവിടുത്തെ MLA LDF കാരനായിരുന്നു ഈ പറയുന്നതിനൊക്കെ വാസ്തവമുണ്ട്. ഇവിടുത്തെ LDFിലെ ഭരണപക്ഷ നേതാവിന് ഫണ്ട് അനൂപ് ജേക്കബ് കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഈ ഫണ്ട് എവിടെയാ? അപ്പൊ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. 1.5 കോടി രൂപ അടുത്ത് വൈസ് ചെയർമാന്റെ വാർഡിലേക്ക് കൊണ്ടുപോയത് എങ്ങോട്ടെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാലോ. തീർച്ചയായിട്ടും. അപ്പൊ മറ്റുള്ള വാർഡുകൾ തമ്മിലുള്ള വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥികളുമായിട്ട് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ആയുധം അല്ലെ? സ്റ്റണ്ടുകളൊക്കെ ആ സ്റ്റണ്ടിന് പകരം വേറെ സ്റ്റണ്ട് ഇറക്കാൻ പറ്റും. അല്ല, ഇവിടെ നമ്മളെ ഒരു പരിധി കൂടുതൽ വികസനത്തിന് ചേർന്നുള്ള കുറ്റപ്പെടുത്തല മതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒത്തിരി ഇതിനു വേണ്ടി വാർത്തകളല്ല വേണ്ടത്. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തതിനെ തുറന്നു കാണിക്കൂ, ഞങ്ങൾ അതിനെ വിമർശിക്കും. അല്ലാതെ വികസനം എല്ലാവർക്കും ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏത് ചെയ്താലും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യണം. ആ നാട്ടിലെ ആ വാർഡിലെ 24-ാം വാർഡിലെ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെങ്കിൽ നല്ലത് തന്നെ ആയിക്കോട്ടെ എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞത് വികസനത്തെ കുറിച്ച് പറഞ്ഞതാണ്. പിറവത്തെ വികസനത്തിന്റെ പിറവം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പല ഏരിയകളാണ്. നമ്മളിപ്പോ പാഴൂര്, പിറവം പള്ളി, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഓരോ ഭാഗങ്ങൾ എടുത്തു പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വെളിയിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ആറ്റുചിരം പാർക്ക്. അത് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഈ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് UDF കാലഘട്ടത്തിൽ പഞ്ചായത്ത് ഭരണ സമയത്തിൽ ഇരുന്നപ്പോഴും നഗരസഭ വന്നപ്പോഴും എല്ലാം താങ്കളുടെ പാർട്ടി നേതൃത്വത്തിലുള്ളവർ കൊണ്ടുവന്ന നിരവധി വികസനങ്ങളാണ് അവിടെ ആദ്യം കാണിക്കാനുണ്ട്. അന്നേരം എല്ലാം പ്രതിപക്ഷത്തായിരുന്നു LDF. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ആ ഒരു ടൂറിസത്തിനെ തന്നെ എടുത്തു കാണിച്ചുകൊണ്ട് ടൂറിസം നടത്തിയില്ല. അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞാൻ ആദ്യം പറയേണ്ടത് ഇന്നത്തെ മനോരമ പത്രം, ഞാനത് ഇതിലെടുത്തിട്ടുണ്ട്.
ആ മനോരമ പത്രം പറയുകയാണ്, ഇന്നത്തെ പ്രാദേശിക വാർത്തയിൽ വന്നതാണ് ഇത്. അതായത് ആറ്റുതീരം പാർക്ക് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുന്ന വാർത്ത. അതായത് അതിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 2 ഘട്ടമായി 25 കോടി രൂപയാണ് UDF ഭരണത്തിലിരിക്കുമ്പോൾ അതിനുവേണ്ടി മുടക്കിയത്. വളരെ മനോഹരമായ ഒരു പാർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ എറണാകുളം ജില്ലയുടെ സമീപ ജില്ലകളിൽ നിന്നെല്ലാം ആൾക്കാർ യഥേഷ്ടം വരികയും അവിടെ വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ പാർക്കാണ്. അന്ന് കിട്ടാവുന്ന ഫണ്ടുകളെല്ലാം അന്നത്തെ ഞാൻ അദ്ദേഹത്തെ സാബുക്ക് UDF കിട്ടിയ ഫണ്ടുകൾ കൂടുതലും LDF സർക്കാരിന്റെ മേടിച്ചുള്ള ഫണ്ടുകളാണ് കൂടുതൽ അവിടെ. അത് LDF സർക്കാരിന്റെ ഫണ്ട് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഘട്ടം വന്നപ്പോൾ, അതായത് നമ്മുടെ ടൂറിസത്തിന്റെ അന്നത്തെ പരീത് ഇരുന്ന സമയത്ത്, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇരുന്ന സമയത്താണ് വാസ്തവത്തിൽ ഇതിന് ആദ്യത്തെ ഫണ്ടുകൾ വരുന്നത്. പിന്നീട് വന്നപ്പോഴത്തേക്കും ഭരണം മാറി, മുനിസിപ്പാലിറ്റി ആയല്ലോ. മുനിസിപ്പാലിറ്റി വന്നപ്പോൾ പഞ്ചായത്തായി മാറി, മുനിസിപ്പാലിറ്റി ആയപ്പോൾ അന്നത്തെ ഗവൺമെന്റിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്, ടൂറിസത്തിന്റെ ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും 25 കോടി രൂപ മുടക്കി അതിമനോഹരമായ ഒരു പാർക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിറവത്ത് ഒന്ന് ഇരിക്കുവാൻ, ഒന്ന് വിശ്രമിക്കുവാൻ ആകെയുള്ള ഒരു ഏക സ്ഥലമാണ്. പക്ഷെ ഇന്ന് അതിന്റെ അവസ്ഥ എന്താ? അതിന്റെ കരിങ്കല്ലുകെട്ടൊക്കെ തള്ളിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഫണ്ട് മുടക്കി ഇത് ചെയ്യുമ്പോൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് പിന്നെ തുടർന്ന് വരുന്ന ഭരണക്കാരുടെ ആവശ്യമാണ്. അവർ ചെയ്യേണ്ട ജോലിയാണ്. ഇവിടുത്തെ ഈ ഒട്ടനവധി കാര്യം ഞാൻ ആ കാര്യത്തിൽ പറയാം. ഇവരുടെ സംരക്ഷണ ചുമതലയിൽ ഇവർക്ക് ഒരു താല്പര്യമില്ല. നെല്ലിന്റെ 2 തൂക്കുപാലം പ്രവർത്തനം, ഒന്ന് പാഴൂരും കക്കാട് കരയെയും ബന്ധിപ്പിച്ചുകൊണ്ടും രണ്ടാമത്തെ കളമ്പൂരും അപ്പുറത്ത് നമ്മുടെ വെള്ളൂർ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ടാണ്. ഇത് എന്തിൻ്റെയൊക്കെ അവസ്ഥ എന്താ ഒന്ന് കാണേണ്ടതാണ്. പാഴൂർ കക്കാട് അതിൽ എപ്പോൾ വീഴുമെന്നറിയാൻ മേലാതെ നിൽക്കുന്നു. അതിന് UDF കയറിയപ്പോൾ അതൊന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഒത്തിരി ധർണകൾ, സമരങ്ങൾ നടത്തി. അന്ന് അവർ പറഞ്ഞു, ഇത് ആരുടെ ഈ സാധനം എന്ന് ഞങ്ങൾക്ക് അറിയാം. അതിനകത്തില്ലേ ഈ ഒരു ജെയിംസേട്ടൻ പറഞ്ഞ അനുസരിച്ച് UDF-ഉം LDF-ഉം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കഴുകി തുടച്ചൊരവസ്ഥയാണ്. കാരണം UDF സമരം നടത്തിയിട്ടുണ്ട് അവിടെ. LDF-നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് UDF പറയുന്നുണ്ട്. LDF സർക്കാർ ഇരിക്കുമ്പോഴത്തേക്കും കളക്ടറാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കവടി വെച്ചിട്ട് നിരത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരവസ്ഥ. ഇതാ എവിടെ വന്ന് വീഴുന്നോ അവർക്ക് കിട്ടുന്നുള്ള അവസ്ഥയാണ്. വാർഡിലെ കൗൺസിലർക്ക് ഉത്തരവാദിത്വം ഉണ്ടോ, നഗരസഭയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടോ, ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടോ, കളക്ടർക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ഇത് ഏത് പറഞ്ഞാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു NDAയുടെ ഒരു സ്ഥാനാർത്ഥി വന്നിരുന്ന് പറഞ്ഞ കാര്യമുണ്ട്. അവർ ചോദിച്ചൊരു ചോദ്യം ഒരു നിസ്സാര കാര്യമുള്ളൂ, എന്തുകൊണ്ട് അതിനകത്തൊരു ലൈറ്റ് പോലും ഇടാനായിട്ട് ഇതുവരെയുള്ള ആർക്ക് സാധിച്ചില്ല എന്നുള്ള ചോദ്യം കൂടി അതിനകത്ത് വരുന്നുണ്ട്. അല്ല, അതെ, അവിടെയൊക്കെ ചെയ്യേണ്ടത്, അവിടെയാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രയോറിറ്റി. നമ്മൾ ഗവൺമെന്റ് ഇപ്പൊ PWD റോഡ്, വാസ്തവത്തിൽ PWD റോഡിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. PWD റോഡിനോട് ചേർന്ന് വലിയ ഡെപ്തിൽ മണ്ണിടേണ്ടതുണ്ട്. ഓരോ കാലകാലങ്ങളിൽ റോഡ് ഉയർത്തുമ്പോൾ അതിന്റെ താഴെ ഉള്ള സ്ഥലം വളരെ ഹൈറ്റ് വ്യത്യാസമുണ്ട്. പലപ്പോഴും അത് ചെയ്യണം മുനിസിപ്പാലിറ്റി വാസ്തവത്തിൽ ചെയ്യണം. PWD ചെയ്തു പോകും, പക്ഷെ അതിൽ ഇന്റർലോക്ക് ചെയ്യണതും മറ്റു കാര്യങ്ങളൊക്കെ പലപ്പോഴും മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് ചെയ്യുകയോ ചെയ്യും. എന്ന് പറഞ്ഞ പോലെ 4 ലൈറ്റ് ഇടുവാൻ വലിയ നിയമപ്രശ്നങ്ങളൊന്നുമില്ല. അത് അതൊന്നും സാധിക്കാതെ എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് സാധാരണ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു രാഷ്ട്രീയ ചർച്ചയാണെങ്കിൽ പോലും സാധാരണക്കാരന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അവര് പറഞ്ഞത് ഇപ്പൊ ഞാനൊരു NDA എന്ന് പറഞ്ഞതല്ല, ഇപ്പൊ ഞാനോ ജെയിംസ് ചേട്ടനോ പാഴൂര് ആ തൂക്കുപാലത്തെ കൂടി അങ്ങ് നടന്നു പോകുമ്പോൾ രാത്രിയിൽ ടോർച്ച് അടിച്ചു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്ര കോടി രൂപയുടെ ഒരു പദ്ധതിയിൽ ഒരു ലൈറ്റ് ഇടാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളൊക്കെ അതിനെ എങ്ങനെ ഒരു വികസനം കാണാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും ഇതൊന്നും അല്ല, അതൊക്കെ വികസനം മാത്രമല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച് ഫണ്ട് ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ്. ഇന്നിപ്പോ ഇതൊന്നും വേണ്ട, കറണ്ടിന്റെ പ്രശ്നം വേണ്ട, സോളാർ ഇല്ല ഈ ലോകത്ത്. ഈ നാട്ടിലെ ഒരു വീട്ടിൽ ഗാർഡനിൽ നമ്മുടെ വീടുകളിൽ എവിടെ വേണേലും സോളാർ ലൈറ്റ് വെക്കാം. ആ പാലത്തെ 2 സോളാർ ലൈറ്റ് വെച്ചാൽ തീരാവുന്ന കാര്യമല്ലല്ലോ, ഒരിക്കൽ മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ പോരെ. അതൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഒഴിവാക്കി പോയെന്നാണോ താങ്കൾ പറയുന്നത്? പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് ശ്രദ്ധയില്ല. ഒരു ജാഗ്രത എന്ന് പറയുന്ന ഒരു വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. LDF ഏറ്റവും കൂടുതൽ വാക്കിയാണ് ഉപയോഗിക്കുന്നത്, ജാഗ്രത. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഒന്നും ഈ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഒരു താല്പര്യമില്ല. മറ്റൊരു കാര്യം, ഇപ്പൊ വികസനങ്ങളാണല്ലോ എല്ലാവരും ചർച്ച ചെയ്യേണ്ടത്. വികസനം എന്നുള്ള ആ ഒരു 2, 3, 4 ചെറിയ ചെറിയ വീടുകൾ തന്നെ ആൾക്കാർ വികസനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ ഞാനിപ്പോ കണ്ടതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ ക്വാർട്ടേഴ്സ് നശിച്ചു കിടക്കുക. വാട്ടർ അതോറിറ്റി ഇരിക്കുന്നതായിട്ടുള്ള കക്കാട് ഭാഗം, അവിടെ ക്വാർട്ടേഴ്സ് ഒക്കെ ഇല്ല. പിന്നെ അങ്ങനെ ഇപ്പൊ പാലച്ചോടിലാണെങ്കിൽ ഒരു നല്ലൊരു വളരെ മനോഹരമായ ഒരു ഷെൽട്ടർ ഹോം, അങ്ങനെ ഒരു സംഭവമുണ്ട്.
ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള, ഞാൻ പറഞ്ഞത് ഇപ്പോൾ UDF LDF എന്നല്ല, ഭരണപക്ഷം ഇരുന്നാലും പ്രതിപക്ഷം ഇരുന്നാലും അത് ചെയ്യിക്കേണ്ടതായിട്ടുള്ള കുറേ ഉത്തരവാദിത്തങ്ങളുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതിനെയൊക്കെ കണ്ണടച്ച് നടക്കുന്നത് എന്താ? അല്ല, അതിൽ എനിക്ക് മനസ്സിലായത്, UDF എവിടെയെങ്കിലും ചെയ്ത ശിലാസ്ഥാപനം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത ഒരു ബോർഡ് ഉണ്ടെങ്കിൽ ആ ബോർഡ് എടുത്ത് മാറ്റിക്കൊണ്ട് അവിടെ ഒരു ഡോറ് വെച്ചിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്തതായിട്ട് കാണിച്ച് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ LDFന്റെ ഒരു നയം. ഈ പിറവത്തുള്ള മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും നിങ്ങൾ കഴിഞ്ഞ തവണത്തെ അവരുടെ പത്രികയിൽ ഈ വികസന രേഖ കാണിച്ചിട്ടുണ്ട്. ആ രേഖയിൽ നോക്കിയാൽ അറിയാം, പിറവം പാലവും ആ റവന്യൂ ടവർ ഒഴിച്ച് ബാക്കി മുഴുവൻ LDF കൊണ്ടുവന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ എത്രയോ കാലമായി ഓരോ കാലവും UDF ഗവൺമെന്റിന്റെ കാലത്ത് നമുക്കറിയാം, വികസനം എന്ന് പറയുന്നത് UDFന്റെ ഗവൺമെന്റ് കാലത്താണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പിറവത്ത് നടത്തിയ വികസനം എന്ന് പറയുന്നത് എണ്ണി പറയാൻ പറ്റില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ സമഗ്ര വികസനം എന്ന് പറയുന്നത് ആ കാലത്തായിരുന്നു. മിക്കവാറും സമയത്ത് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും, സാബുക്ക് ജേക്കബിന്റെ കാലത്ത് നമുക്കറിയാം എത്ര മന്ത്രിമാരാണ് പിറവത്ത് വന്നത്, എന്തൊക്കെ ഉദ്ഘാടന പദ്ധതികൾ നടത്തി. മഴവിൽ പാലം നമ്മളറിയാം, ടൂറിസത്തിന് മാത്രമല്ല, ആ ശിവരക്ഷേത്രത്തിലെ ബലി അർപ്പിക്കാൻ പോകുന്നവർക്ക് സുഖകരമായി ഇറങ്ങി ചെല്ലുവാൻ പരുവത്തിന് ഒരു മഴവിൽ പാലം ഉണ്ടാക്കി ഇല്ലേ. അതുപോലെ ആറ്റുതീര പാർക്ക് ഉണ്ടാക്കിയത് കൂടാതെ ഇപ്പൊ അന്നുണ്ടായിരുന്ന ആളുടെ കുട്ടികളുടെ പാർക്ക്, ആ കുട്ടികളുടെ പാർക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. കുട്ടികൾക്ക് എവിടെ ഇരിക്കുന്നതായി പറയണത്, ആ പാർക്കിൽ ഒരു കളിക്കോപ്പ്, അതിന്റെ മുക്കാൽ ഭാവവും വളർന്നു വന്ന പനയുണ്ട്. പന വലുതായി, പന വലുതാകുമ്പോൾ അത് വെട്ടിയിട്ട് ചെറിയ പന നടണം, വേണ്ടേ? അത് വലിയ മരം പോലെ ആയേക്കുക. അവിടെ ചേർന്നുകൊണ്ട് ഇനി മാത്രമല്ല, നമ്മുടെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പിറവത്തിന്റെ ഹൃദയ ഭാഗമാണ്. ഇവർക്ക് അവിടെ ഒന്ന് പ്ലാനിങ് നന്നായിട്ട് ഒരു ബോധത്തോടെ റവന്യൂ ടവറിലേക്ക് PWD ഓഫീസ് മാറ്റുകയും ഈ പറയുന്ന വില്ലേജ് ഓഫീസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലവും കൂടെ എടുത്തുകൊണ്ട് ഒരു നല്ല വികസനം കൊണ്ടുവരാൻ മേലായിരുന്നു. അല്ല, അവിടെ മൂന്ന് PWD ഉണ്ട്, വില്ലേജ് ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് വാസ്തവത്തിൽ എല്ലാം കൂടെ മാറ്റി ഒന്നും അല്ലെങ്കിൽ പാർക്കിന്റെ എക്സ്റ്റൻഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഈ പൊതുവേദിയായിട്ട് വിടാം. എല്ലാം വേണ്ടേ? ഇനി പാർക്കിംഗ് എവിടെയാ പിറവത്ത് കാണുന്ന ഒരൊറ്റ ബോർഡ് നോ പാർക്കിംഗ്. അല്ല, അപ്പൊ ട്രാഫിക് പരിഷ്കരണങ്ങൾ ഒത്തിരി നടത്തിയിട്ടുണ്ടല്ലോ, നിരവധി ട്രാഫിക് പരിഷ്കരണങ്ങൾ. അപ്പോൾ UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ LDF പിറവത്ത് നഗരസഭയുടെ മിക്ക ഭാഗങ്ങളിലും ട്രാഫിക് പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ചകൾ വിളിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരസഭയുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ഇരുന്ന് ജനമൈത്രി പോലീസൊക്കെ ആയിരുന്നു ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിലവിൽ ട്രാഫിക് പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അല്ല സാർ, ഈ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പരിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ ക്യാമറ വെച്ചു, എത്ര കോടി രൂപയുടെ ക്യാമറ വെച്ചേക്കണേ, ഇതിലേതെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ പിറവത്ത് പരിഷ്കാരം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അപകടം ഇപ്പം നടക്കുന്നത് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിലാണ്. അവിടെ എന്തെങ്കിലും ഒരു ജാഗ്രതാ നിർദ്ദേശമോ ഒരു ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടുണ്ടോ? KSRTC ഉണ്ട് പിറവത്ത്. ഈ 4:30 പിറവത്ത് KSRTC വണ്ടി ആരംഭിക്കുന്നു. രാത്രി 12:30 1:30 വരുന്ന വണ്ടി വരെയുണ്ട്. അവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? ഇരുട്ടെന്ന് പറഞ്ഞാൽ കൂരിരുട്ടാണ്. എത്ര ഏക്കർ സ്ഥലമാണ് അവിടെ വാഹനങ്ങളുണ്ട്, യാത്രക്കാർ ഇറങ്ങേണ്ട, യാത്രക്കാർ ഇറങ്ങാനുള്ള ഏതെങ്കിലും സംവിധാനമുണ്ടോ? പിറവത്ത് ബസ്സുകൾ KSRTC കയറണമെന്ന് നിയമമുണ്ടോ? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ മുനിസിപ്പൽ താല്പര്യം എടുക്കണ്ട. അതിനകത്ത് താല്പര്യം എടുത്തപ്പോഴും കഴിഞ്ഞ ദിവസം മുൻ ചെയർപേഴ്സൺ ഏലിയാമ്മ ബെൽബോർഡ് എന്ന് പറഞ്ഞത് എല്ലാ UDFകാര് മറ്റേ ഈ താഴെ സിപോലോ സാറുള്ള സമയത്ത് അതുണ്ടായിരുന്നത് സർക്കാരിന് അവിടെ കൊടുത്തു. അപ്പൊ നിങ്ങൾ അവിടെ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, അതില്ലാണ്ട് അവിടെ കൊടുത്തു. പിന്നെ നഗരസഭ ഇപ്പൊ ഇരിക്കുന്ന ബിൽഡിംഗ് അത് കൊടുത്തു. എല്ലാം നിങ്ങൾ വിറ്റുവലിച്ചെന്ന് അവർ പറയുന്നത്. സത്യം, അവർ പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾക്കറിയാം അവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയം എങ്ങനെയിരുന്നത്. അതായത് 2010-15 കാലഘട്ടത്തിലാണ് പഞ്ചായത്ത് ഭരണം. ആ സമയത്ത് അവിടെ പഞ്ചായത്തിന്റെ ആ ബിൽഡിംഗ് എന്ന് പറയുന്നത്, പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ ഉണ്ടായിരുന്ന ഓഡിറ്റോറിയത്തിൽ ശബ്ദമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. അത് പൊളിഞ്ഞു കിടക്കുന്ന സമയത്താണ് UDF ഭരണം ഏറ്റെടുക്കുന്നത്. അവിടെ കുറച്ച് കാര്യം അന്നേരം ചെയ്തു, ഓഫീസ് ഇരിക്കാൻ വേണ്ടിയുള്ള പൈസ പണ്ട് മുതൽ മുടക്കി. പിന്നീടാണ് നമ്മൾ റവന്യൂ ടവറിലേക്ക് മാറിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങുന്നത്. ആ ബിൽഡിംഗ് ഇന്ന് മനോഹരമായ ഒരു ബിൽഡിംഗ് ആക്കി തീർക്കാൻ പറ്റി. പിറവത്തിന്റെ ഫണ്ടല്ല, പിറവത്തിന്റെ ഫണ്ടൊന്നുമല്ലല്ലോ. പിറവത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് വെച്ച കെട്ടിടങ്ങളും പാർട്ടീഷൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഗവൺമെന്റ് സഹായമാണ്. ഇടതുപക്ഷവും സഹായിച്ചു.
ഇടതുപക്ഷം സഹായിച്ചില്ലെന്ന് ഞാൻ പറയണില്ല. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കൂടെ കാര്യത്തോടു കൂടിയാണ് ഈ സബർബൻ മാൾ വന്നത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സബർബൻ മാളിലും ഒന്നുമില്ല, പഞ്ചായത്തിലും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പൊ പഞ്ചായത്തിലേക്ക് ആർക്കൊന്നും പോകണ്ട. കാരണം വെള്ളത്തിന്റെ കാര്യവും ഇലക്ട്രിസിറ്റി കാര്യവും എല്ലാം നമുക്ക് നേരിട്ട് അടയ്ക്കാം. രണ്ടാമത് ഈ പറയുന്ന പോലെ 5 പ്രാവശ്യം 6 പ്രാവശ്യം ഇരട്ടി അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അല്ലേ. ഇവിടെ വല്ലാത്ത കാര്യത്തില്ല. ഇപ്പൊ ഈ ഞാൻ പറയുന്നത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ട്രാഫിക് പരിഷ്കരണം പിറവത്ത് കൊണ്ടുപോകാൻ പാടില്ലാത്ത വിധം എന്താ ഉള്ളത്. പിറവത്തിന് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എക്സൈസ് കടവ് പാലം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഞാനൊരു വികസന സമിതിയാണ്. PWഡിയുടെ പൊതുമരാമത്ത് വകുപ്പിന്റെ വികസന സെക്ഷനിലാണ് ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ സാബുക്ക് ജേക്കബ് ഇരുന്ന സമയത്ത് പറയുന്നത്. അന്ന് ഞാൻ പറഞ്ഞ 3 നിർദ്ദേശമാണ് ഇരുന്നത്. ഒന്ന്, ഇതൊന്നും നഗരസഭയുടെ ഭാഗമല്ല, പക്ഷെ നമ്മൾ താല്പര്യമെടുത്ത് കൊണ്ടുവരേണ്ടതാണ് പിറവത്ത് എക്സൈസ് കടവ് പാലം. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുപള്ളിയിൽ നിന്നുള്ള വഴിയും കൊള്ളിക്കലേക്കുള്ള വഴിയും പിറവത്തെ സമാന്തര റോഡുകളാക്കണം. വീതി കൂട്ടി സമാന്തര റോഡുകളാക്കിയാൽ മാത്രമേ പിറവത്ത് വരുന്ന ട്രാഫിക്കിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ചോദിക്കുന്നത് ജെയിംസ് ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ എക്സൈസ് കടവ് പാലം ഏകദേശം ഇപ്പോ ഇന്നും തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള ഒരു ചർച്ചകളിലേ വരുന്നുള്ളൂ. അപ്പൊ താങ്കൾ പറയുന്നത് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറഞ്ഞത് ഈ എക്സൈസ് കടവ് പാലം? സാബുക്ക് ജേക്കബിന്റെ ആദ്യ ഭരണകാലത്താണ് ഞാൻ ആവശ്യപ്പെട്ട ഒരു സംഭവം. അപ്പൊ ഞാൻ പറയുന്നത് ഒരു 15 വർഷമായില്ലേ? അതെ. ഒരു 5 വർഷം UDF പഞ്ചായത്ത് ഭരിച്ചു, വീണ്ടും 5 വർഷം മുനിസിപ്പൽ ഭരിച്ചു. അന്നേരം നടത്താൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ 5 വർഷം LDF ഭരിച്ചു. അപ്പൊ ശരിക്കും 10 നിങ്ങളും 5 പേരും ഭരിച്ചിട്ടും ഇതിന്റെ ഒരു കാല് നടാൻ പോലും പറ്റിയില്ല ആർക്കും. ശരി പറയാം. ഞങ്ങളുടെ കാലത്ത് അതിൻ്റെ ഒന്നും നടത്തിയില്ലെന്ന് പറയരുത്. അതിന്റെ മണ്ണ് ടെസ്റ്റ് നടത്തി. മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ നാളെ നമ്മളൊരു പാലം പണിയല്ല. ആ പാലത്തിന് ആദ്യം ഞങ്ങളൊരു പ്ലാൻ വരപ്പിച്ചു. അന്ന് സോമസുന്ദരം എന്ന് പറയുന്ന ചീഫ് എഞ്ചിനീയർ, ഞാൻ 2-3 പ്രാവശ്യം ഞങ്ങൾ കാണാൻ പോയത്. അത് സാബുക്ക് ജേക്കബ് ഉണ്ട്, ജമ്പർ മാത്യു ഉണ്ട്, ആ സമയത്ത് ചന്ദ്രശേഖരൻ വക്കീലുണ്ട്. ഇവരെല്ലാം കൂടിയാണ് ഞങ്ങൾ കാണാൻ പോയത്. ബ്രിക്ക് എന്ന് പറയുന്ന ഈ പാലം ഡിസൈൻ ചെയ്യുന്ന വിഭാഗത്തിൽ പോയി പിന്നീട് അതിൻ്റെ പാലത്തിന്റെ സ്പാൻ കൂടുതൽ വേണമെന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ പ്ലാൻ മാറ്റി വരച്ചു. ഇതിൻ്റെ എല്ലാം ഫയല് അന്നുണ്ട്. പ്രവർത്തനം നടത്തി. അതിൻ്റെ അകത്ത് 2014 നമ്മളുടെ അന്നത്തെ മന്ത്രിയായിരുന്ന ആരാണ് അന്ന് മന്ത്രി എന്ന് പറയുന്നത്, ഞാൻ പറയാലോ, ധനകാര്യ വകുപ്പ് മന്ത്രി അന്ന് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് വാക്ക് കൊടുത്തതാ, എങ്ങനെ വന്നാലും ഇത് നമുക്ക് പണിയാമെന്ന്. അപ്പോൾ ആ ഒരു കാലത്ത് അന്നത്തെ സോമസുന്ദരം എന്ന് പറയുന്ന ചീഫ് എഞ്ചിനീയർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. കാരണം വല്ല പ്രളയത്തിലും ഒഴുകിപ്പോയതാണോ? അത്രയ്ക്ക് നല്ല ഒരു പാലം പണിയാൻ ഇതുപോലെ അനുകൂലമായി ഒരു കടല ഒരു പുഴയിലും ഇല്ലെന്നാ പറയുന്നത്. കാരണം ഒരു റോഡ് ചെന്ന് സാധാരണ പാലം ചെല്ലുമ്പോൾ റോഡുകൾ മാറ്റണം, ഡൈവേർഷൻ എടുക്കണം, 45 ഡിഗ്രി സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നോ സോമസുന്ദർ സാർ ചോദിച്ചത്. ചീഫ് എഞ്ചിനീയറാ. ആ ചീഫ് എഞ്ചിനീയർ ചോദിച്ചാൽ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നോ, അത് ഒലിച്ചു വല്ലതും പോയതാണോ? അദ്ദേഹം ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നിലവില് ഇത്രയും സ്ട്രെയിറ്റ് ഒരു റോഡ് വന്ന് കയറി ഒരു പുഴ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഒരു പാലം പണിയാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഇല്ലാത്ത വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. അപ്പൊ അദ്ദേഹം ചോദിച്ചപ്പോ തന്നെ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടെന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് തന്നെ തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറെ സാധ്യതകൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഇനി ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നിലവിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ട് പോലും ചോദ്യത്തിലാണ്. UDFന് സാധിച്ചില്ല, പോട്ടെ, LDFനും എങ്കിലും സാധിക്കാമായിരുന്നല്ലോ. ഇതൊക്കെ ഈ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും വേണ്ടതല്ലേ? ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കുറെ ബുക്കിലെറ്റിൽ അടിച്ചിട്ട് ഞങ്ങൾ അത് കൊണ്ടുവരും, ഞങ്ങൾ ഇത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റി വിടുന്നതിനോട് എനിക്കും സാധാരണക്കാരായിട്ടുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കൊന്നും ഒരു യോജിപ്പുണ്ടാവില്ല. ഇന്നിപ്പോ ട്രാഫിക് ഉണ്ടോ, പിറവത്തൊക്കെ കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റി കളിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞത് വികസന കാഴ്ചപ്പാടിൽ LDF വളരെ പിന്നിലാണ്. അവർക്ക് ഇന്നത്തെ കാര്യം മാത്രമേ ഉള്ളൂ. നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പരിപാടി ഇവിടെ. നമുക്കറിയാം വാട്ടർ അതോറിറ്റിയുടെ എല്ലാ ഓഫീസുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ ഓഫീസ് പോയപ്പോഴും ഇവർ അറിയുന്നില്ലായിരുന്നോ? എന്തുകൊണ്ട് അത് പിടിച്ചു നിർത്താൻ ശ്രമം നടത്തിയില്ല? ഇറിഗേഷന്റെ ഓഫീസുകൾ മുഴുവൻ ഇവിടുന്ന് പോയി, വാട്ടർ അതോറിറ്റി ഓഫീസുകൾ മുഴുവൻ പോയി. അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ഉണ്ടായിരുന്ന ഓഫീസ് അത് കൊണ്ടുപോയി. എല്ലാം പോകുന്ന വരെ നമ്മൾ നോക്കി നിന്നു. നമുക്ക് പിറവത്തിന് വേണ്ട വികസനത്തിന് ആർക്കും താല്പര്യമില്ലായിരുന്നു. LDFന് കഴിഞ്ഞ് ഇനി ഒരു UDF ഭരണം കിട്ടിയാൽ എക്സൈസ് കടവ് പാലം ഉറപ്പായിട്ടും വന്നിരിക്കും. അന്ന് തന്നെ ഉമ്മൻചാണ്ടി സാറ്, ഞാനും സാബുക്ക് ജേക്കബ് കൂടെ നിരാഹാര സമരം നിന്നു ഈ പാലത്തിന് വേണ്ടി. അന്ന് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, നമുക്ക് ഇനി പിറവത്തൊരു ഏത് പാലം പണിയുന്നതിന് മുമ്പ് പിറവത്തൊരു പാലം വന്നിരിക്കുമെന്ന് തീർത്തു പറഞ്ഞതാണ്.
പക്ഷെ അതൊക്കെ ഈ പക്ഷെ അതിനുള്ള ഇപ്പൊ പറയണ പോലെ ഇപ്പൊ നിലവിലിപ്പോ അവരുമാണെങ്കിലും എടുത്ത് കാണിച്ചുകൊണ്ട് നടക്കണം. അന്ന് സമരം ചെയ്യാനായിട്ട് പോസ്റ്റ് വെച്ചു, ഫ്ലെക്സ് വെച്ചു, 100 രൂപ പോലും ടോക്കൺ പ്രൊവിഷൻ ചെയ്തില്ല, 1000 രൂപ പോലും ഇല്ലായിരുന്നൊക്കെ പറഞ്ഞ് അതൊരു യു ഡി എഫ് ചെയ്യാത്ത കാര്യം ഇപ്പൊ LDF തലയിൽ ഇടണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും അല്ല, ഞങ്ങൾക്ക് പിന്നെ ഭരണം കിട്ടിയില്ലല്ലോ. 10 വർഷമായിട്ട് അവരല്ലേ ഭരിക്കണേ. ഇത് 5ാമത്തെ വർഷം. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു, പ്രതിപക്ഷത്തിന് ഒരു ചെറുവിലേക്ക് അനക്കാമായിരുന്നല്ലോ. അല്ല, പ്രതിപക്ഷത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും ഭരണത്തിലിരിക്കുമ്പോഴാണ് ഗവൺമെന്റിനെ സമീപിക്കുകയും ഫണ്ട് വാങ്ങാൻ പറ്റുള്ളൂ. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് എങ്ങനെ ഒരു ഭരണത്തിന് സംവിധാനം ഫണ്ടുണ്ടാക്കാൻ പറ്റും? മുനിസിപ്പൽ ഫണ്ടല്ല. മുനിസിപ്പൽ ഫണ്ട് വേണമെങ്കിൽ ഇവിടെ ചെയ്യാൻ ഇപ്പോഴും ഫണ്ടുകൾ ഇഷ്ടംമാതിരി അല്ലേ. നമ്മൾ ഈ ഫണ്ടുകൾ പിറവ് മാർക്കറ്റിന്റെ അവസ്ഥ എന്താ? മാർക്കറ്റിൽ നിന്ന് എത്രയോ സ്ഥാപനങ്ങൾ പോയിട്ട് എന്തെങ്കിലും വിഷമം നമുക്കുണ്ടോ? നമുക്ക് കിട്ടുന്ന വരുമാനമല്ലേ. പിറവത്ത് നമ്മുടെ തൊട്ടടുത്ത് എത്ര കോടി രൂപയുടെ മണല കിടക്കണേ. ഇവരാരെങ്കിലും പോയിട്ട് മൂവാറ്റുപുഴയാറിൽ നിന്നോ പെരിയാറിൽ നിന്നോ മണൽ വരാൻ വേണ്ടി ഒരു പേപ്പർ ഗവൺമെന്റിനെ കൂടി സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചോ? ചെയ്യേണ്ടതല്ലേ. ഇതിപ്പോ പുഴ മണൽ വാരുന്ന കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം, നിലവിലിപ്പോ ടൂറിസം പദ്ധതി കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എവിടെയെങ്കിലും വന്ന് കുറച്ചു നേരം വിശ്രമിക്കുക, ആ വിശ്രമത്തിന് ശേഷം അവർക്കൊരു ഉല്ലാസ നൗക എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നാണ് അവിടെ ആറ്റുതീരം പാർക്കിന്റെ അവിടെ ഒരു ബോട്ട് ചെട്ടി, അങ്ങനെ ഒരു സാധനം അവിടെ കൊണ്ടുവന്നു. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാല് പിന്നീട് അത് ഇല്ലാണ്ടായി പോയി. അവിടെ ഒരു സംഭവം കൊണ്ടുവന്ന, അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാല് ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നാൽ നഗരസഭയ്ക്കും ഈ LDF-നോ UDF-നോ ആര് കൊണ്ടുവന്നാലും അവർക്കാണ് അതിന്റെ ഒരു വലിയൊരു വിജയസാധ്യത. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഞങ്ങളൊരു ടൂറിസം പദ്ധതി കൊണ്ടുവന്നു, ആ പദ്ധതി പ്രകാരം ഞങ്ങളൊരു ബോട്ട് ഓടിക്കുന്നുണ്ട് ആഴ്ചകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാടി വരാത്തത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത് വികസനത്തിനോട് നാളെ 5 വർഷം കഴിയുമ്പോഴത്തെ ഒരു കാര്യത്തെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. ഇവരെപ്പോഴും പച്ചക്കറി നട്ട് ഫലം കണ്ടവരാണ്. ഞങ്ങൾ അതല്ല, റബ്ബർ നട്ട് ഫലം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. 7 വർഷം കഴിഞ്ഞ് കിട്ടിയാലും മതി, പക്ഷെ അതിന് ഗുണം ജനത്തിന് കിട്ടണം എന്ന് ചിന്തിക്കുന്നവരാണ്. ഇവർക്ക് അപ്പം തന്നെ അല്ലെങ്കിൽ ഈ വർഷം ഫലം കിട്ടണം എന്നുള്ളത്. നമ്മുടെ വികസന കാഴ്ചപ്പാട് പിറവത്തുനിന്ന് മാറിപ്പോകണം. കാരണം വികസനത്തിന്റെ കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞാൽ LDF തിരുത്തേണ്ട കാലം. നിലവിലിപ്പോ ഈ വികസനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ ജെയിംസ് ചേട്ടനും ഞാനും കൂടി ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്താലും ഒന്നും വലിയ വികസനം വരാനൊന്നുമില്ല. വരാനുള്ള വികസനങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ കൂടി ആലോചിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ഓ UDF-ഓ ആരെ ഭരിക്കാൻ വരുന്നത്, നല്ല കാഴ്ചപ്പാടുള്ള മന്ത്രിമാരും നല്ല കാഴ്ചപ്പാടുള്ള ജനപ്രതിനിധികളും വന്നാലാണ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ കുറച്ച് ചർച്ച കേട്ട് കഴിയുമ്പോഴത്തേക്കും ജെയിംസും ആൽബിനും അവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ നിലവിൽ ഇതൊക്കെ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് വെച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. വോട്ട് ചെയ്യാൻ പോകുന്നവനായിരിക്കണം ഇന്ന ആള് വികസനം ചെയ്തിട്ടുണ്ടോ, ആ വികസനത്തിന് ഒരു വോട്ട്, വികസനം ഇല്ലേ, വികസനം ഇല്ലാത്തവർക്ക് വോട്ടില്ല. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഐഡിയ. ഞാൻ ചോദിച്ചു വരുന്ന കാര്യം, ഇപ്പൊ നിലവിൽ നമുക്ക് കുറെ സമയങ്ങൾ നീണ്ടുപോകുന്നുണ്ട്. എന്താണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ശക്തമായ ഒരു സമയമായി. ഇന്നിപ്പോ 2-ാം തീയതി ഡിസംബർ 2. ഇനി എനിക്ക് 7 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യാൻ പോകും. അപ്പൊ നിലവിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് MLA-മാരും മറ്റുള്ള നേതൃത്വത്തിലുള്ളവരെല്ലാം എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനേക്കാളും കുറേ കൂടി ശക്തമായ രീതിയിൽ കോൺഗ്രസും അതുപോലെ UDF-ഉം ഇറങ്ങിയിട്ടുണ്ടോ? നിലവില് UDF ഇപ്പൊ സ്ഥാനാർത്ഥികൾ ഓൾറെഡി നിർത്തി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ വാർഡുകളിലുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇവിടെയുള്ള ലോക്കൽ നേതാക്കന്മാരാണ് കൂടുതലും ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇലക്ഷന് വേണ്ടിയിട്ട് പ്രചരണം. ഇപ്പൊ അതിന് പകരം MLA-മാര് തന്നെ നേരിട്ട് ഇറങ്ങി, അല്ലെങ്കിൽ LDF-ന്റെ ആണെങ്കിൽ മന്ത്രിമാര് വരിക, അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രചരണ ചൂടിലാണ്. അപ്പൊ അതിന്റെ ഒരു കാഴ്ചപ്പാട് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണോ? തീർച്ചയായിട്ടും. അല്ല, എല്ലാ കാലത്തും അത് ആ ചോദ്യത്തിന് ഞാൻ അതാ ചോദിച്ചത്, വീണ്ടും ചോദിക്കാൻ കാരണം എല്ലാ കാലത്തും ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അതാത് കാലത്ത് MLA-മാര് വരാറുണ്ട്. അനൂപ് ജേക്കബ് ഇല്ലാത്ത ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ അടുത്ത കാലങ്ങളിൽ നടന്നില്ല. അതിനു മുമ്പ് TN ജേക്കബും വരുമായിരുന്നു. പിന്നെ നമുക്ക് വരുന്ന ഇടക്കാലത്തുള്ള തെരഞ്ഞെടുപ്പ്, ആ ബൈ ഇലക്ഷനിൽ മാത്രമാണ് സംസ്ഥാന മന്ത്രിമാരൊക്കെ വരിക. ഇപ്പോഴും നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിന് ഇവരെല്ലാം ആവശ്യമില്ല. അല്ലാതെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷനുകളിൽ പ്രാദേശിക തലത്തിലെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും അറിയും. ഇതുപോലത്തെ പോലത്തെ ബഹളങ്ങളുടെ വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം സ്ഥാനാർത്ഥികളെ സുപരിചിതരാണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈല് 2 ദിവസം കൊണ്ട് അവർ പഠിച്ചു. ഐഡിയ വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഐഡിയ ആയി. അവന്റെ പ്രൊഫൈൽ കണ്ടു, അയാൾ വിദ്യാഭ്യാസ സമ്പന്നനാണ്, അവന്റെ പെരുമാറ്റ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്, അവന് എന്തെങ്കിലും കയറിയാൽ ചെയ്യാൻ പറ്റും, അവൻ മനുഷ്യത്വമുള്ളവനാണോ? ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ചർച്ച.
രാഷ്ട്രീയത്തെക്കാളും ഉപരി ഉണ്ടാവും ഉണ്ടാവും. അല്ലേ? അതെ, രാഷ്ട്രീയത്തിന് സെക്കൻഡ് സ്ഥാനം ഉള്ളൂ. രാഷ്ട്രീയത്തിന് സെക്കൻഡ് സ്ഥാനം രാഷ്ട്രീയമില്ലാതെ പറ്റിയല്ല, എങ്കിൽ പോലും ഇങ്ങനെ ഒരു ചിന്തയും കൂടെ അവന്റെ കയ്യിലുണ്ട്. അതിന് തക്കതായ സ്ഥാനാർത്ഥികളെയാണ് UDF രംഗത്തെത്തിയത്. അപ്പൊ അങ്ങനെ താങ്കൾ പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ പ്രതിപക്ഷത്ത് കഴിഞ്ഞ വർഷം നിങ്ങൾ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് കിട്ടിയാൽ നിങ്ങൾ അതൊന്നൊക്കെ എല്ലാം ഭരണപക്ഷം ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ പോയി. പക്ഷേ ഇത്തവണ ഇപ്പൊ 22, 24 ഡിവിഷൻ പിടിച്ച് ഭരണത്തിലെത്തി വരും എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെ ഇപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും. അതെന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് പിറവത്തെ കോൺഗ്രസ്സുകാരും ജനാധിപത്യ വിശ്വാസികളും ഇത് കണ്ടു കഴിഞ്ഞു. ഒന്ന്, LDFന് ഭരണം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്ന് കേരള സംസ്ഥാനം നോക്കി അറിയാം. കേരള സംസ്ഥാനത്തിൽ ആദ്യത്തെ 5 വർഷക്കാലത്തേക്കാൾ എത്രയോ ദുരന്തമായിരുന്നു രണ്ടാമത്തെ 5 വർഷക്കാലം. അതാണ് ഇനി വരാൻ പോണേ വീണ്ടും ഇവർക്കൊരു ഭരണം കൊടുത്താലുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ ആ ജനം ചിന്തിച്ച് അതിന് മറുപടി കൊടുക്കും. നിലവിലിപ്പം ജെയിംസ് ചേട്ടനിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വികസന കാഴ്ചപ്പാടുകൾ ഏറ്റവും കൂടുതലായിട്ട് ഉള്ള ഒരു ആളുകൾ എന്ന് പറഞ്ഞാൽ UDFന്റെ നേതൃത്വ നിരയും UDFന്റെ അംഗങ്ങളുമാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് താങ്കൾ ഇത്രയും നേരം ഈ ചർച്ചയിൽ പറഞ്ഞത്. അപ്പം പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മെയിനായിട്ടുള്ളത് ആര് വികസനം കൊണ്ടുവന്നാലും ജനങ്ങൾക്കും അതുപോലെ തന്നെ നാടിനും വികസനം കൊണ്ടുവരുന്ന കാഴ്ചപ്പാടുള്ളവർ അദ്ദേഹം നിലവിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാൻ കേട്ടു. അതും വളരെ നല്ല കാര്യമാണ്. എന്താണെങ്കിലും ഇപ്പോൾ UDF ഒരു ശക്തമായ നിര ഈ പിറവത്ത് 28 ഡിവിഷനിൽ ഇറക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞ പോലെ റിബലിനായിട്ട് വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അതായത് സ്ഥാനാർത്ഥികൾ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ അവർ നിൽക്കുന്നു. അതൊന്നും UDFനെ എഫക്ട് ചെയ്യുന്ന രീതിയിലല്ലെന്നും, കൂടാതെ പാർട്ടിക്കകത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പണ്ടത്തേതിലും പെട്ടെന്ന് തന്നെ നേരത്തെ നേരം ആലോചിച്ച് അതിന് 1, 2, 3 പറഞ്ഞിട്ട് മറുപടി കൊടുക്കുന്ന ഒരു സിസ്റ്റം UDFന് ഇപ്പോൾ ഉണ്ടെന്നും ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു നല്ല നേതൃത്വ നിര ഉണ്ടാകുമെന്നും നഗരസഭ തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹം ഇത്രയും നേരം നമ്മുടെ ഈ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. UDFന്റെ ആളുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. മുമ്പൊന്നും ഇല്ലാത്ത രീതി ഒരിക്കൽ പോലും കോൺഗ്രസിൽ ഇതുപോലൊരു കെട്ടുറപ്പോട് കൂടി, അതും ഈ തോണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ യുവാക്കളുടെ നിരയാണ്. യുവാക്കളാണ് പിറവത്തേക്ക് ഈ ഇലക്ഷനുമായിട്ട് നടക്കുന്നത്. പണ്ടൊക്കെ നമുക്കറിയാം മുടി ഡൈ ചെയ്ത് സ്ഥാനാർത്ഥികളാണ് മുഴുവൻ പേരും. ഇന്ന് അതല്ല സ്ഥിതി. തെരഞ്ഞെടുപ്പ് തുടങ്ങി. അപ്പൊ വികസനം അവർക്ക് ആ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും അത് പോവുക. അപ്പൊ എന്താണെങ്കിലും ജെയിംസ് കുറ്റിക്കോട്ടയിൽ കോൺഗ്രസിന്റെ നേതാവും അതുപോലെ UDFന്റെ നേതാവുമായ അദ്ദേഹം ഈ ഒരു പിറവം നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ അല്പസമയം പങ്കെടുത്തു. വളരെ നല്ല രീതിയിലുള്ള ഒരു ചർച്ചയായിട്ട് തന്നെയാണ് ഇതിനെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയം പറഞ്ഞെങ്കിലും അദ്ദേഹം രാഷ്ട്രീയത്തിന് ഉപരിയായി വികസനം എങ്ങനെ കൊണ്ടുവരണം, ഏതെല്ലാം രീതിയിൽ നമ്മുടെ പിറവത്തിനെ ഒരു വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. ഇനിയിപ്പോ 9-ാം തീയതി വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് UDFന്റെ നേതാക്കന്മാരും LDFന്റെ നേതാക്കന്മാരും NDAയുടെ നേതാക്കന്മാരെല്ലാം വരും. ഇതെല്ലാം ഈ ചർച്ചയിലൂടെ ഊരിത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങള്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങള് വികസനമായി തന്നെ വരണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ ഈ ഓശാന TVയിലുള്ള ചാനൽ ചർച്ചയിലൂടെ പോകുന്നത്. നമുക്കൊരു രാഷ്ട്രീയക്കാരനും അവർ നല്ലതാണെന്നോ ഇവർ ചീത്തയാണെന്നോ ഇവരത് കൊണ്ടുവന്നിട്ടില്ലോ എന്ന് പറയാനല്ല നമ്മൾ ഈ ഒരു ചാനൽ ചർച്ച വെച്ചിരിക്കുന്നത്. നല്ല നല്ല വികസന കാഴ്ചപ്പാടുകളുള്ളവർ ജയിച്ചു വരട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ നമുക്കുള്ളൂ. എന്താണെങ്കിൽ ഇത്രയും നേരം UDFന്റെ ഭാഗത്ത് നിന്ന് ശ്രീ ജെയിംസ് കുറ്റിക്കോട്ടയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. നല്ല രീതിയിലുള്ള ഒരു വിശകലനം തന്നെ നമ്മൾ തമ്മിൽ നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കും വേണ്ടി പങ്കെടുത്ത ജെയിംസ് ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. UDF വിജയിച്ചു വരട്ടെ. താങ്കളുടെ നേതൃത്വ നിര വന്നാൽ താങ്കളുടെ കാഴ്ചപ്പാടുകളും പറഞ്ഞ പോലെ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ കാഴ്ചപ്പാടുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു വികസനം കൊണ്ടുവന്നാൽ നമുക്കും കാണാലോ, നമുക്കും അതൊരു സന്തോഷമായിരിക്കും. വരാൻ പോകുന്ന തലമുറയ്ക്കും അത് എടുത്തു പറയത്തക്ക രീതിയിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നന്ദിയുണ്ട് ആൽബിനെ. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ആൽബിൻ ഇപ്പം എന്നെ വിളിച്ചു വരുന്നതിനേക്കാൾ അപ്പുറം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇലക്ഷന്റെ ഈ ജൈത്രയാത്ര തുടരണം. കാരണം വികസനം പലരുടെയും മനസ്സിലുണ്ട്. ആ വികസനത്തെ ഏകോപിച്ച് ഭരണകർത്താക്കൾക്ക് കയ്യിലെത്തിച്ചു കൊടുക്കുക കൂടിയാണ് നമ്മുടെ ഒരു ദൗത്യമാക്കി വേണം. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവൂ. ആ പുരോഗതിയിലേക്ക് നയിക്കുവാൻ ആൽബിൻ്റെതായ കരങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണെങ്കിലും ഓശാന TVയുടെ ഈ ഒരു ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും തന്നെ പറയുന്നത് വികസനം കൊണ്ടുവരണം എന്ന് അവരുടെ എല്ലാ ഐഡിയകൾ. നമുക്കൊരു 3 പേര് കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അവിടെ തീരുന്ന ചർച്ചകളാകരുത്. ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ചർച്ചകൾ വരട്ടെ. ജനങ്ങളുടെ മുമ്പിലേക്ക് വികസനം ഉണ്ടോ ഇല്ലയോ എന്ന് വരട്ടെ. ജനങ്ങളുടെ മുമ്പിലേക്ക് വോട്ടുകൾ ചെയ്യാൻ പോകുമ്പോൾ ആർക്ക് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ വരട്ടെ.
തുടർന്നും വരുന്ന വികസന പ്രവർത്തനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നും മനസ്സിലാക്കിക്കൊണ്ട് വരാൻ പോകുന്ന ഭരണസമിതിയും ചെയ്ത് പിറവത്തെ നല്ലൊരു വികസനത്തിന്റെ പാതയിൽ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി പങ്കെടുത്ത ജെയിംസ് ചേട്ടനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.